ഹായ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളെ ഇന്നത്തെ ദിവസം ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, നാട്ടിൽ പോയി വന്നു, വിഷു കഴിഞ്ഞു, ഒന്ന് ഫ്രീ ആയി. അപ്പം ഞങ്ങൾക്ക് വിഷുവിനെ അടുപ്പിച്ച് ഞങ്ങൾക്കൊരു സാധനം കിട്ടിയിരുന്നു കേട്ടോ. ഇരുമ്പൻ പുളിയാണ്, നമ്മളെ വീട്ടിലില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. പിന്നെ എന്താ പറയുക, ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ സ്കൂളിൽ പോകുന്ന കുട്ടിക്കാല ഓർമ്മയാണ്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ 5 പൈസയൊക്കെ ഉണ്ടല്ലോ, ഒന്നിന് 5 പൈസയാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു 3-4 അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഒപ്പം വരുന്ന വല്യമ്മേൻ്റെ മക്കള് അവരൊക്കെ അത് വാങ്ങിത്തരും. അപ്പോൾ പിന്നെ സ്വന്തം പൈസയൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ലല്ലോ. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഞാൻ വലിയ ക്ലാസ്സിൽ 8, 9, 10 അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ ഇതുപോലെ കിട്ടും. ഇത് ചാമ്പങ്ങല്ലേ ആ സാധനം, ഇതൊക്കെ വാങ്ങാൻ കിട്ടുക. പിന്നെ 5 പൈസയൊക്കെ പോയില്ലേ, പിന്നെ 1 രൂപയ്ക്ക് 4, 1 രൂപയ്ക്ക് 2 അങ്ങനെയായി. അങ്ങനെ പിന്നെ 1-ന് 1 രൂപ അങ്ങനെയൊക്കെ ആയിട്ടോ. വെറുതെ ഇത്രേ ഉണ്ടാവുള്ളൂ. ഇതിന്റെ സ്റ്റാർ പോലത്തെ അങ്ങനത്തെ ഉണ്ട്, ഇങ്ങനെയുണ്ട്. ഞങ്ങള് പുളിച്ചിക്കാന്നാ പറയാ. ഇവിടെ ഇരുമ്പമ്പുളി എന്നും പറയും, ചീമപ്പുളി എന്ന്, അങ്ങനെ കുറെ പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മൾ ഇവിടെ വീട്ടിലടുത്തുള്ളവരൊക്കെ ഇരുമ്പമ്പുളി എന്നാ പറയാ. ഇതിൽ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ എനിക്ക് കിട്ടിയ സാധനം എന്തായാലും ഇന്ന് അച്ചാറിടാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനു മുമ്പേ എല്ലാവരോടും താങ്ക്സ് പറയുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ കാണുന്നവർ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം നിങ്ങൾ ഇങ്ങനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ അച്ചാർ ഉണ്ടാക്കലാണ്. അല്ല അമ്മി, ഇതിന്റെ അച്ചാർ ഉണ്ടാക്കാനല്ലേ? അപ്പൊ ഇത് മീൻകുട്ടി ഇത് കഴിച്ചിട്ടില്ല കേട്ടോ. സംഭവം ഇവിടെ കിട്ടിയിട്ട് ഒരു 3-4 ദിവസമായി. കൊടുക്കാൻ തുടങ്ങിയാൽ ഇവിടെ വീണ്ടും ചോദിക്കുന്നത്, ഞാൻ കൊടുത്തിട്ടില്ല. ഇപ്പൊ ഞാൻ കൊടുക്കാൻ പോവാണ്. ഇത് കഴിച്ചിട്ട് അവിടെ ടേസ്റ്റ് പറയാം. എങ്ങനെയുണ്ട്? അങ്ങോട്ട് നോക്കി പറയ്. ചെറിയൊരു ടേസ്റ്റ് ഉണ്ടോ? ആമിക്കുട്ടി കഴിച്ചിട്ട് ഒന്നൊരു കടി ഉണ്ടോ? സൂപ്പറാണോ? അപ്പൊ ഇതെന്താ സംഭവം എന്ന് അറിയാണ്ടാണ് രണ്ടുപേരും എന്റെ സൈഡിൽ വന്നിരിക്കുന്നത്. ഞാനൊരു സൂത്രം തരാന്ന് കൊണ്ടുവന്നിട്ട് മതി വലിയ തരാം എന്നെ തരാം. അല്ല, ഇതെടുത്തു പകുതി, രണ്ടുപേരും പകുതി കേട്ടോ. എനിക്ക് ചോദിക്കരുത്, വേണ്ട. ഇനി ഒത്തിരി പുളി ഇനി ചോദിക്കരുത് കേട്ടോ. അതങ്ങനെ തിന്നിരുന്നോളൂ. ഈ സംഭവം കൊണ്ട് നമുക്ക് കുറേ ഐറ്റംസ് ഉണ്ടാക്കാം കേട്ടോ. എനിക്കിതൊന്നല്ല, തോനെ കിട്ടിയിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല, വിഷുവിന്റെ തിരക്കൊക്കെ ആയിട്ടപ്പോൾ കേടായിപ്പോയി. അതൊന്ന് ഞാൻ നല്ലത് നോക്കി എടുത്തതാണ്. ഇത് ഞങ്ങൾ വെറും കാന്താരിയും ഉപ്പിൽ ഇങ്ങനെ ഇട്ടിട്ട് ഉപ്പുമാങ്ങ പോലെ കഴിക്കും. വെറുതെ ഉപ്പും മുളകും തിരുമ്മി കഴിക്കും. പിന്നെ ഇത് മീൻകറിയിലാണ് സ്പെഷ്യൽ. നെത്തള് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. തരാം ഇവിടെ. പിന്നെ മീൻകറിക്കാണ് സ്പെഷ്യൽ കേട്ടോ. നല്ല മത്തി, നെത്തള് ഇങ്ങനത്തെ മീനിൻ്റെ ഒപ്പം തേങ്ങ അരച്ച് ഞങ്ങൾ ഈ കറി വെക്കും. ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല, അടിപൊളി ടേസ്റ്റാ. അടിപൊളി എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ പുളി വേറെ പുളി ഒഴിക്കൂല, ഈ പുളി മാത്രമേ ഇട്ടുള്ളൂ. നമുക്ക് മീനില്ല. പിന്നെ ഇത് ഓൾറെഡി കുറേ നല്ലോണം പഴുത്തതാണ് കിട്ടിയത് എനിക്ക്. അതുകൊണ്ട് ഞാൻ അച്ചാർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അച്ചാറേ ഉണ്ടാക്കുന്നുള്ളൂ. ഇവിടെ ഓൾറെഡി കുറേ വേറെ അച്ചാറുകൾ ഉണ്ട്. കുറച്ച് അച്ചാറും ബാക്കി ഞാൻ ഉപ്പിലാണ് ഇടാൻ പോകുന്നത് കേട്ടോ. ഇരുമ്പമ്പുളി അച്ചാറ് എളുപ്പത്തിൽ, നല്ല പുളിയുള്ള ടേസ്റ്റുള്ള അച്ചാർ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ആദ്യം ഞാനിത് കട്ട് ചെയ്തേ. ഓ ഇതോ, ഇത് അച്ചാർ ഉണ്ടാക്കാനാ. അച്ചാർ എന്തിനാ പറയുക? അച്ചാർ നമ്മൾ എന്ത് ചെയ്യും? ചേച്ചിക്ക് ഇഷ്ടമാണ്, നിനക്ക് ഇഷ്ടമാണോ അച്ചാറ്? ഇഷ്ടല്ല? ഇങ്ങനെ വെറുതെ തിന്നാൻ ഇഷ്ടമാണോ നമുക്ക്? മതി, ഒന്ന് തിന്നിട്ടുണ്ട്. തിന്നിട്ടില്ലേ? പോരെ? അപ്പൊ ഉച്ചയായി, അമ്മ ചോറുണ്ണാൻ എടുത്തു. ഇങ്ങനെ വട്ടത്തിലാണ് മുറിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് മുറിക്കുന്നത്. ചെറുതായിട്ട് എങ്ങനെ വേണമെങ്കിലും മുറിക്കാം. ഇത് പെട്ടെന്ന് അലിയുന്ന ടൈപ്പ് അല്ലേ, അതുകൊണ്ട് ഞാൻ ഇത്രയും വലിപ്പത്തിൽ തന്നെയാണ് മുറിക്കുന്നത്. ഇരുമ്പമ്പുളി ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി ഞാൻ വെറുതെ ഉപ്പിൽ കാന്താരി മുളക് ചീന്തിയിട്ടാൽ നല്ല ടേസ്റ്റ് അല്ലേ, അങ്ങനെ എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ അച്ചാറിലേക്കുള്ള
കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുക്കാം. വെളുത്തുള്ളി ഇല്ലാണ്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അച്ചാറ്. പക്ഷേ എന്താണ് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ വെറുതെ മുറിച്ചിടുകയാണ്. അപ്പം അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. എപ്പോഴും സ്ഥിരം ഉണ്ടാക്കുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇതാ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു. അധികമൊന്നുമില്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. പിന്നെ കുറേ തോരൻ ഉണ്ടാക്കുന്നവർ ഇത്ര പഴുക്കാണ്ട് തന്നെ ഉണ്ടാക്കിയാൽ നല്ലതാണ്, ഒന്നുകൂടി ഉറപ്പുണ്ടാവും. അതുപോലെ കഴുകിയിട്ട് വെള്ളമൊക്കെ തുടച്ചിട്ടൊക്കെ ഉണ്ടാക്കി തരുന്നത്. അതായത് കുറേ കാലം എടുത്ത് വയ്ക്കുന്നത്. ഈ അച്ചാർ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒരാഴ്ച ഓടില്ല, 2-3 ദിവസം കൊണ്ട് അങ്ങ് തീരും. അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം തുടയ്ക്കാനൊന്നും നിന്നിട്ടില്ല. അപ്പം എണ്ണ ചൂടായാൽ കുറച്ച് കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇനി കുറച്ച് ഉലുവ ഇടുകയാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില. അപ്പം ഇതിലേക്ക് ഈ വെളുത്തുള്ളി മുറിച്ച് വെച്ചില്ലേ അതിടാണ് കേട്ടോ. വെളുത്തുള്ളി എന്താണ് ഇരുമ്പും പുളിനെ പോലെ പെട്ടെന്ന് അങ്ങനെ ആവൂലല്ലോ. ഒന്ന് എണ്ണയിൽ നല്ല വഴറ്റാണെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് പെട്ടെന്ന് പിടിക്കും. വെളുത്തുള്ളി നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് ഓഫാക്കാണ്. അതിനൊരു ചൂടുണ്ടല്ലോ, ആ എണ്ണേൻ്റെ ചൂട് തന്നെ ഇതൊക്കെ ആയിക്കോളും. കുറച്ച് അച്ചാർ പൊടി, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. സ്റ്റവ് ഓഫാക്കി നല്ലപോലെ ഒന്ന് ചൂടാക്കട്ടെ ഇതിൽ. പിന്നെ ഇതിൽ സുർക്കേൻ്റെ വിനീഗറിൻ്റെ ആവശ്യം വരുന്നില്ല, നല്ല പുളിയുള്ളത് കൊണ്ട് അങ്ങനത്തെ ഒന്നും വേണ്ടി വരുന്നില്ല. ഇനി ഞാൻ ഇതിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യമുള്ള ഉപ്പിടാണ്. പുളി ഉള്ളതുകൊണ്ട് കുറച്ച് ഉപ്പ് നല്ലോണം വേണ്ടി വരും, നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. ഇനി നല്ലോണം ഇത് മിക്സ് ചെയ്യാം. വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് ശരിക്കും നമ്മൾ പച്ചയ്ക്ക് തിന്നുന്ന സാധനമല്ലേ, അപ്പോൾ അത് ഉപ്പൊക്കെ അതിൽ പിടിച്ചോളും. കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടാലും അച്ചാർ റെഡി. അച്ചാർ റെഡിയാണ് കേട്ടോ. അടിപൊളി അച്ചാറാണ്. കാണുമ്പോൾ തന്നെ ഇങ്ങനെ വായിൽ വെള്ളം വരും. ഞാനൊരു കഷ്ണം ടേസ്റ്റ് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. കഞ്ഞി, തൈര് ഒഴിച്ച ചോറ്, അതിൻ്റെ ഉപ്പൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ചൂടാറിയതിന് ശേഷം ഇതൊരു ബോക്സിലാക്കി വെക്കും. അങ്ങനെ വയ്ക്കാൻ മാത്രമൊന്നുമില്ല, 2 ദിവസം ഇങ്ങനെ തന്നെ അടച്ചു വെച്ചാൽ അതങ്ങ് തീരും. പിന്നെ ബാക്കിയുള്ള സാധനം നമുക്ക് ഇപ്പം തന്നെ കുറച്ച് കാന്താരി ഉണ്ടോ നോക്കട്ടെ. കാന്താരി പറിച്ചിട്ട് വന്നിട്ട് ഇപ്പം തന്നെ ഉപ്പിലിടാം. ഇത് അടിപൊളി ടേസ്റ്റാണ്. കാന്താരി കുറവാണ്, നോക്കട്ടെ. ചെറിയ കാന്താരി ഇല്ല കേട്ടോ, വെള്ളക്കാന്താരിയാണ് ഉള്ളത്. ചെറിയ കാന്താരി കുറച്ച് മേലെ പോകണം. അപ്പം ഞാൻ അതല്ലെങ്കിൽ കുറച്ച് ദിവസം അങ്ങനെ എടുത്ത് വെച്ചിട്ട് നാശമായി പോയി കുറേ. അതുകൊണ്ട് ഇനിയിപ്പം പിന്നെ എന്ന് വെച്ചാൽ അതവിടെ നിന്ന് വീണ്ടും നാശമായിപ്പോവും. ഇപ്പം തന്നെ ഉപ്പിലിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് കാന്താരി പറിച്ച് കൊണ്ടുപോയിട്ട് ഉപ്പിലിട്ട് അധിക ദിവസമൊന്നും വേണ്ട, ഒരു 2 ദിവസം കൊണ്ട് തന്നെ സെറ്റായിക്കോളും. ഈ കാന്താരി ഒന്ന് ഉപ്പിൽ അലിഞ്ഞ് വരാനുള്ളൊരു ടൈം എടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാന്താരിയും കൂടി കഴിക്കാം. ഈ എരിവും പുളിയും ഉപ്പും കൂടി കഴിക്കുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഇതാ ബാക്കിയുള്ളത് ഞാൻ ഈ കുപ്പിയിലാണ് ഇടുന്നത് കേട്ടോ. ചില്ലിൻ്റെ കുപ്പിയിലൊക്കെ ഇടുകയാണെങ്കിൽ നല്ലതാണ്. സംഭവം ചില്ലിൻ്റെ കുപ്പിയൊന്നും ഇല്ല. പണ്ടൊക്കെ ഈ ഹോർലിക്സും ഇതൊക്കെ വാങ്ങുമ്പോഴും അങ്ങനെയൊക്കെ എന്തൊക്കെയായിട്ട് കിട്ടും. ഇപ്പം അങ്ങനത്തെ സാധനം ഞങ്ങൾ വാങ്ങലും ഇല്ല. പുറത്തുനിന്ന് ചില്ലിൻ്റെ കുപ്പികൾ വാങ്ങാൻ കിട്ടും, ഞങ്ങൾ വാങ്ങലൊന്നും ഇല്ല കേട്ടോ. പഴയ കുറച്ച് ഭരണിയും സാധനങ്ങളൊക്കെ ഉണ്ട്, അതിലിടലാണ്. അപ്പം ഞാൻ ആദ്യം ഈ കാന്താരി 2 കഷ്ണമാക്കുന്നില്ല, ഒന്ന് നടും ഇങ്ങനെ പകുതി വരെ ഇങ്ങനെ ചീന്തി വെക്കാണ്, പൊളിച്ച് വയ്ക്കാൻ. എന്നിട്ട് അത് ഇതിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ. അധികം ഒന്നുമില്ല, കുറച്ച് ഇടുന്നുള്ളൂ. ഭയങ്കര എരിവാണെങ്കിൽ കുട്ടികളൊന്നും കഴിക്കൂല. അപ്പം ഈ പൊളിച്ച മുളക് ഞാൻ ഇതിലേക്ക് ഇട്ടതാണ് കേട്ടോ. ഇത് ഞാൻ കീറുന്നൊന്നുമില്ല കേട്ടോ. ഇത് അത്യാവശ്യം ഇതിൽ ഉപ്പൊക്കെ പിടിക്കുന്നതാണ് പെട്ടെന്ന്. അതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ചിലപ്പോൾ എണ്ണം കൂടുതൽ കിട്ടണമെങ്കിൽ വേണമെങ്കിൽ പൊളിച്ചിടണം, പക്ഷെ അത് മതി, ഞാൻ അങ്ങനെ തന്നെ ഇടുന്നുണ്ട്. അതിലൊരു 10 കാന്താരി അത്ര കണക്കാക്കിയിട്ട്, എണ്ണ ഒന്നുമില്ല, ഏകദേശം അങ്ങനെ ഇടാൻ പോവാം. നമ്മൾ ഈ സ്കൂളിൻ്റെ അടുത്ത് പിന്നെ ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ ഇങ്ങനത്തെ സാധനം വാങ്ങാൻ കിട്ടും. ഉപ്പിലിട്ട മാങ്ങ, പുളിച്ചിങ്ങ, പിന്നെന്താ പറയുക, പൈനാപ്പിള്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അതുപോലെയൊക്കെയാണ് ഇപ്പോൾ ഒരിടയ്ക്ക് ലാസ്റ്റ് ഇപ്പോൾ വാങ്ങിക്കഴിച്ചിരുന്നത്. അപ്പോൾ മതി. ഇതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് കല്ലുപ്പ്,
വലിയ കുപ്പിയാട്ടോ, ഇത്രയൊന്നും വേണ്ട. ഇള്ളയിൽ അതേ ഉണ്ടായിരുന്നില്ല, ഞാൻ എടുത്തതാ. ഈ കാന്താരി ഇതും കുറച്ച് ഉപ്പ്, വീണ്ടും കാന്താരി ഇതും, പിന്നെയും കുറച്ച് ഉപ്പ്. അങ്ങനെ എല്ലാം റെഡിയായി. ഞാൻ ബാക്കിയുള്ളതും കൂടി ഇതിലിടുകയാണ്. കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നോക്കിയിട്ടിടാം. ഒരു 2-3 വെറുതെ എനിക്ക് തിന്നാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ ഇട്ടു. കുറേ കിട്ടിയിരുന്നു കേട്ടോ, വലിയൊരു എന്താ പറയുക, ഞാൻ നേരത്തെ കാണിച്ചില്ല, അതിൻ്റെ ഒരു 2-3 ഇരട്ടി കിട്ടിയത് അങ്ങനെ വെച്ച് നാശമായി പോയതാ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചവെള്ളം തന്നെ ഒഴിക്കുന്നത് കേട്ടോ. ഒരു എന്താണ് ഒരു 2-3 ദിവസം കൊണ്ട് ഇത് സെറ്റാവും എന്ന് വിചാരിക്കുന്നുണ്ട്. മുളക് ഒന്ന് സെറ്റാവണമെങ്കിൽ സമയം എടുക്കും. അതായത് പുളിഞ്ഞ എന്താണ് ഇരുമ്പമ്പുളി സെറ്റാവണമെങ്കിൽ 2 ദിവസമൊക്കെ മതി. കുറച്ച് ഉപ്പും മുളക് പൊടിയും തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ ആക്കിയിട്ട് അടിപൊളിയാണ്. വേണം എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. സത്യം പറഞ്ഞാൽ പറയാൻ പറ്റാത്തൊരു രീതിയാണ് പോലും, രുചിയാണല്ലേ. നല്ല ടേസ്റ്റാണ്. പിന്നെ മീൻകുട്ടി ഭയങ്കര കുറുമ്പ് വയ്ക്കുന്നതുകൊണ്ട് അവളെ തല്ലാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന ബാറ്റാണ്. ആണ് കേട്ടോ, ഷട്ടിലാണ് അവളുടേത്. പക്ഷെ അവളെ തല്ലാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ. അങ്ങനെ നമ്മുടെ ഈ സംഭവം അല്ലേ, കിട്ടുന്ന സമയം ഇതിന് വലിയ പണിയൊന്നുമില്ല. ഒരു തുള്ളി മുളകും ഉപ്പും കൂട്ടി ഇങ്ങനെ ഇരുന്ന് കഴിച്ചു നോക്കൂ കേട്ടോ. എന്നാലും നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് വേണം, എരിവാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരോടും ബൈ.